ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിജയദശമി ആശംസകൾ. ഒപ്പം ഗാന്ധി ജയന്തി ആശംസകൾ കൂടി നേരുന്നു. ഇന്ന് കാന്താരയുടെ ചാപ്റ്റർ 1 എന്ന് പറയുന്ന സിനിമ റിലീസാവുകയാണ്. ഏകദേശം 2.5 മണിക്കൂറുള്ള ഈ സിനിമ കാന്താര 1ൻ്റെ കഥയുമായിട്ട് കുറച്ച് ബന്ധം മാത്രം, ബാക്കി അതിൻ്റെ ഒരു സീക്വലാണ് ഇത് പറയുന്നത്. ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതുകൊണ്ട് വാഹനങ്ങളുടെ ശബ്ദം കാരണം ഞാൻ മാക്സിമം ശബ്ദം കൂട്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ കാന്താര 2022 ഇറങ്ങിയത്. അതിനുശേഷം ഏകദേശം 2 കൊല്ലവും 254 ദിവസത്തിന് ശേഷമാണ് ഈ പടം ഇറങ്ങുന്നത്. ഇതിൻ്റെ സംവിധാനവും രചനയും, സംവിധാനം പൂർണ്ണമായും ഋഷഭ് ഷെട്ടിയാണ്. ഇതിൻ്റെ രചന എന്ന് പറയുന്നത് ഋഷഭ് ഷെട്ടിയും അനിരുദ്ധ് മഹേഷും 777 ചാർലിയുടെ പിന്നെ ഷനിൽ ഗുരുവും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പടം എങ്ങനെയുണ്ടെന്ന് ഒറ്റ രീതിയിൽ ചോദിച്ചാൽ ഒരു ആവറേജ് അനുഭവം മാത്രമാണ് എനിക്ക് നൽകിയിട്ടുണ്ട്. ആ ഋഷഭ് ഷെട്ടിക്ക് ഗുളികൻ കയറുന്ന സമയത്തുള്ള സീനുകളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മെല്ലെ ഇഴഞ്ഞാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫാണ് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇതിൽ ഋഷഭ് ഷെട്ടി ബർമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. വളരെ വൃത്തിയോടുകൂടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എഫേർട്ട് പൂർണ്ണമായും എടുത്തിട്ടുണ്ട്. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ പല ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2 ടെക്നിക്കൽ വശങ്ങളിലുള്ള 2 മലയാളികൾ മരിച്ചു, 2 ക്രൂ അപകടത്തിൽപ്പെട്ടു, പിന്നെ തീപിടുത്തം മുതലായ കാര്യങ്ങൾ, അങ്ങനെ സെറ്റിൽ കുറേ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അതിനൊക്കെ മറികടക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ഗുണകരമായ ഒരു കാര്യം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നതിൽ നല്ലൊരു രീതിയിൽ വിശ്വാസം തന്നെയാണ്. ഇനി ഇതിൻ്റെ കാസ്റ്റിലേക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നായിക എന്ന് പറയുന്നത് രുക്മിണി വാസന്ത് വേണുഗോപാൽ. സപ്തസാഗർ ജി ചെല്ലോ എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, അതിലഭിനയിച്ചു. നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാൻ വേണ്ടിയിട്ട് മദ്രാസി ഇറങ്ങിയല്ലോ ശിവകാർത്തികേൻ്റെ, അതിലെ നായികയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ഈ പറയുന്നതിൽ ജയറാമിനെ അന്യഭാഷാ ചലച്ചിത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് വളരെയായിട്ട് മോശമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഈ സിനിമയിലെ സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ ആ ബാന്ദ്ര എന്ന് പറയുന്ന രാജാവായിട്ടാണ്. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് റോൾ നൽകി നന്നായിട്ട് തന്നെ ജയറാം അതിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ചാലുവ ഗൗഡയാണ്. ഈ പറയുന്ന കാന്താര, KGF-ൻ്റെ അത്രയൊന്നും ചാപ്റ്റർ 2ൻ്റെ അത്രയും ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല. സലാറിൻ്റെ ഒക്കെ പ്രൊഡ്യൂസറാണ് വരുന്നത്. ഇതല്ലാതെയും 3 പേരുണ്ട് വേറെ പ്രൊഡ്യൂസർമാരായിട്ട്. ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ് അരവിന്ദ് കശ്യപ് ആണ് ചെയ്തിരിക്കുന്നത്. 777 ചാർലിയുടെ ആളും കൂടിയാണ്. എഡിറ്റർ സുരേഷ് സംഗ്ലാർ. ആർട്ട് വർക്ക് ധരളി രംഗപുത്ര. സൗണ്ട് എഫക്റ്റ് സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പേരാണ് മെയിനായിട്ട് ചെയ്തേക്കുന്നത്, രാജു ആൽബർട്ടും ശ്രീഹരിയും. കൂടാതെ 8 പേര് സൗണ്ട് എഫക്റ്റിൽ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വിഷ്വൽ എഫക്റ്റ് അഭിഷേകാണ് ഇതിൻ്റെ ഹെഡ് ഓഫ് ഡയറക്ടർ വിഷ്വൽ എഫക്റ്റിൻ്റെ. കൂടാതെ 15 പേരോളം ഈ വിഷ്വൽ എഫക്റ്റിന് പ്രതിച്ചിട്ടുണ്ട്. പിന്നെ നോക്കാനുള്ളത് സ്റ്റണ്ടാണ്. ഈ സിനിമയുടെ സ്റ്റണ്ട് എന്ന് പറയുന്നത് തൊഡോർ ലാവിസ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ടെക്നിക്കൽ ചെയ്തു വന്ന ആളാണ്. നമ്മുടെ ട്രോയ് എന്ന് പറയുന്ന സിനിമ 2000 ട്രോയ് എന്ന് പറയുന്ന സിനിമയുടെ സമയത്തും RRR ചെയ്തേക്കുന്നതും ഇദ്ദേഹമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ സിനിമയുടെ പറ്റി കൂടുതൽ പറയാനായിട്ട് സിനിമ ഒരു ആവറേജ് മൂഡാണ്. കാന്താര ഫസ്റ്റ് ആദ്യത്തെ സിനിമയാണ് എപ്പോഴും നന്നാവുന്നുള്ളതില്ലേ, അതുപോലെ തന്നെ കാന്താര ഫസ്റ്റ് സിനിമയാണ് ഇത് ഇഷ്ടമായത്. എനിക്ക് കാന്താര സെക്കൻഡ് അത്ര അധികം ഇഷ്ടമായില്ല. എങ്കിലും ചെറിയ കട്ട് പോർഷനുകൾ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലായിട്ട് ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് നല്ലൊരു പ്രതികരണമാണ്. പിന്നെ ഈ സിനിമയുടെ മൊത്തം എടുക്കുകയാണെങ്കിൽ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം, അദ്ദേഹത്തിന് ഇനിയും ചിലപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയെന്നായിരിക്കാം. ഇപ്പോൾ ഈ പറയുന്ന പുഷ്പയ്ക്ക് അഭിനയിച്ചതിൽ അല്ലു അർജുനും പിന്നെ നമ്മുടെ ഷാരൂഖ് ഖാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇവരെക്കാളൊക്കെ എന്തൊരു ബെറ്റർ ആയിട്ടാണ്. പിന്നെ കന്നഡ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്ര വലിയ ഇൻഡസ്ട്രി ഒന്നുമല്ല, തെലുങ്ക് പോലത്തെ ഒരു ഇൻഡസ്ട്രി ഇല്ല. ഞാനൊന്ന് ആഗ്രഹിച്ചിരുന്നു ഇതിൻ്റെ സംവിധാനം രാജമൗലിയാണ് ചെയ്തിരുന്നെങ്കിൽ ഈ വാർ രംഗങ്ങൾ, യുദ്ധരംഗങ്ങളൊക്കെ കുറച്ചുകൂടി മികവുറ്റതായാണ്. എന്നാലും അവരുടെ ഉള്ള ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് പടത്തെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കേരളക്കരയാകെ സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടുതലും ആന്ധ്ര, തെലുങ്ക്, കന്നഡ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ മുകളിലുള്ള ഭാഷകളിലേക്കൊക്കെ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ട്.
ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടും പൃഥ്വിരാജ് ഇവിടെ ഇറക്കാൻ ഈ പറയുന്ന വിതരണം ഇറക്കാൻ ഏറ്റെടുത്ത പൃഥ്വിരാജിനൊരു വലിയ സല്യൂട്ട് ഉണ്ട്. ഹോംബാല ഫിലിംസ് ആണ് ഇതിൻ്റെ വിതരണം നമ്മളുടെ എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്തിരിക്കുന്നത്. എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതേപോലെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 4 തിയേറ്ററുകളോളം ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെയൊന്നും ഞാൻ കാണാണ്ട് പുലർച്ചെ എണീറ്റ് രാഗത്തിൽ വന്ന് തന്നെ സിനിമ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമേ. കമൻറ്റുകൾ പറയുന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ പറയണേ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഇന്ന് മുടക്ക ദിവസമാണല്ലോ, നിങ്ങളെല്ലാവരും ഈ സിനിമ ഇന്ന് തന്നെ കാണുക, സിനിമയെ വിജയിപ്പിക്കുക. നല്ല സിനിമ വിജയിക്കട്ടെ, അത് ഏത് ഇൻഡസ്ട്രിയിൽ നിന്നായാലും. നമസ്കാരം.